ഇനി നമുക്ക് ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. അപ്പൊ നോക്കാം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് വെച്ചിട്ട് ഈ ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിന്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ റെഡ് കളർ ക്യാപ്സിക്കം എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്കം എടുക്കുക. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 വലിയ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില വേണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളകിന്റെ പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും വേണം. ഗരം മസാല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ ബ്രെഡ് റോൾ ആക്കാന്ന്. ഈ ഫില്ലിങ്ങിനുള്ള ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ കട്ട പോലെ കിടക്കരുത്, നല്ല പൊടി പോലെ നന്നായിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. ആ മഞ്ഞളുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് പോകണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ ഏറ്റവും ആദ്യം വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം, മല്ലിയില ചേർക്കാം, ഗരം മസാല ചേർക്കാം. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതൊരു 5 മിനിറ്റും കൂടി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് പതുക്കൊന്ന് വേവും. ഈ മസാല നമ്മൾ എടുക്കുമ്പോൾ ഈ മസാലയിൽ ഒട്ടും വെള്ളം പാടില്ല. വെള്ളം എങ്ങാനും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ബ്രെഡ് റോൾ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ബ്രെഡ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കണം. വെള്ളത്തിൽ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് അപ്പം തന്നെ വെള്ളത്തിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ആ വെള്ളം നന്നായിട്ട് ബ്രെഡിൽ നിന്ന് പിഴിഞ്ഞ് കളയണം. വെള്ളം നന്നായിട്ട് ബ്രെഡിൽ നിന്ന് പോയില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് ഓയിൽ കുടിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ബ്രെഡ് ഇടാം. 2 സൈഡും ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പം തന്നെ എടുക്കണം. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത്. ഇത് കൈ കൊണ്ട് ഇതേപോലെ പിഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം കളയണം. ഇതിൻ്റെ ഈ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. ആ സൈഡിലേക്കായിരിക്കും കൂടുതൽ വെള്ളം ഉണ്ടാവുക.
ഇത് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം. നല്ല ബലം വെച്ചിട്ട് പരത്തരുത്. ഇങ്ങനെ പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഈ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വയ്ക്കാം. ഇത് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 സൈഡ് നന്നായിട്ട് അടഞ്ഞിരിക്കണം. ഇത് തുറന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ കയറും. സാധാരണ ഇതേപോലെ കട്ട്ലേറ്റോ അല്ലെങ്കിൽ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഏറ്റവും ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിലേക്ക് ഇടുന്നത്. പക്ഷേ ഞാനിത് ബ്രെഡ് ആയതുകൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യണില്ല. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര കുതിർന്ന പോലെ ഇരിക്കും. ഇതെടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടാം. ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് എടുക്കുമ്പോൾ കൂടുതൽ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ഇത് പതുക്കെ ഒന്ന് കുടഞ്ഞു കളയാം. അങ്ങനെ ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാ ബ്രെഡും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പം ബ്രെഡിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 റോൾ ചെയ്തെടുത്തേക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയേക്കണ ആ മസാല വെച്ചിട്ട് ഇതേപോലത്തെ ഒരു 12 ബ്രെഡിൻ്റെ ചിക്കൻ റോള് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് നമ്മൾ ഇട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. തീ കുറച്ചിടരുത്. തീ കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കയറും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ചേക്കണ ചിക്കൻ്റെ ഫില്ലിങ്ങും ബ്രെഡും രണ്ടും വെന്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. നമ്മളിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഇതൊരു സൈഡ് ഈ മുകളിലത്തെ സൈഡ് ഓയിൽ നന്നായിട്ട് മുങ്ങി കിടക്കണില്ലെങ്കിൽ ഇതേപോലെ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മറിച്ചിടുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും. ഇതൊരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡും തിരിച്ചിടാം. ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ വറുത്തെടുക്കുക. അപ്പം ചിക്കൻ ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ആ ബ്രെഡിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. കുറച്ച് വെള്ളം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ടമാനം ഓയിൽ കുടിക്കും. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം മറ്റേ സൈഡും തിരിച്ചിട്ടാൽ മതി. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കുക.